എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കെടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, നീ എഴുതിയത് കുറച്ച് അധികമായി പോയി എന്ന് എന്നോട് പറഞ്ഞല്ലോ. അത് അങ്ങനെ എഴുതിയതുകൊണ്ട് അങ്ങയുടെ മകളോട് വല്ല ദുഃഖവുമുണ്ടോ? പിതാവേ, എന്നോട് വല്ല വിഷമവും ഉണ്ടെങ്കിൽ മകൾക്കെടുത്ത എൻ്റെ ഹൃദയം ദുഃഖിച്ചുകൊണ്ട് താഴ്മയോടെ പൊറുതി അപേക്ഷിക്കുന്നു. പിതാവിനെ യാതൊരു വിധത്തിലും ഒരു ചെറിയ ദുഃഖം പോലും വരുത്തണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിതാവിനെ എൻ്റെ ആത്മകാര്യമല്ലാതെ മറ്റൊന്നും എന്തുതന്നെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും അറിയിച്ചിട്ടുമില്ല. അത് ഞാൻ സഹിക്കേണ്ടതല്ലേ എന്ന് മാത്രം ഓർത്ത് സഹിക്കും. പിതാവേ, എൻ്റെ ആത്മകാര്യം രഹസ്യമാക്കി വെച്ചാൽ എനിക്കും പിതാവിനും നല്ലതാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. എന്തായാലും എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് പിതാവ് പറഞ്ഞു തരണമേ. പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ ചെന്ന് ശീശ്മക്കാരുടെ മാനസാന്തരത്തിന് വേണ്ടിയും കേസിൻ്റെ വിജയത്തിന് വേണ്ടിയും ഞാൻ തീക്ഷ്ണമായിട്ട് അപേക്ഷിക്കുന്ന സമയം പള്ളിയുടെ അടുക്കൽ നിന്ന് കൂട്ടമായി അലറി നിലവിളിക്കുന്നത് കേട്ടു. നീ ഇത്ര ശക്തിയായി അപേക്ഷിക്കേണ്ട. ഞങ്ങൾ നരകം മുഴുവനും ഇതിനു വേണ്ടി പ്രവർത്തിച്ച് തോൽപ്പിക്കും. ഞങ്ങൾ എന്തുമാത്രം ആളുകളുണ്ടെന്ന് അറിഞ്ഞോ? ഞങ്ങൾ കാണിച്ചു തരാം. 10:30 മണിക്ക് അവർ എന്നെ ഒന്ന് കബളിപ്പിച്ചു. മഠത്തിൽ 11 മണി അടിക്കുന്നത് പോലെ 10:30 മണിക്ക് അവർ ഒരു സ്വരം കേൾപ്പിച്ചു. ഇപ്പോൾ അവൾ പോകും എന്ന് അവർ പറഞ്ഞു. മണിസ്വരം ഞാനും കേട്ടതിനാൽ മഠത്തിലേക്ക് എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് അല്പം നടന്നു. അൾത്താരയുടെ അടുത്ത് വന്ന് കുമ്പിട്ട് വണങ്ങിയപ്പോൾ എൻ്റെ സ്നേഹരക്ഷിതാവ് സ്വരമുയർത്തി, എവുപ്രാസ്യ, നീ എവിടേക്ക് പോകുന്നു? ഇത് അവർ നിന്നെ കബളിപ്പിച്ചതാകുന്നു. എൻ്റെ മകളെ, ഒട്ടും വ്യസനിക്കാതെ മുമ്പത്തേതുപോലെ നീ ശീശ്മക്കാർക്ക് വേണ്ടി നല്ലവണ്ണം എൻ്റെ തിരുരക്തം നിത്യപിതാവിന് കാഴ്ചവെച്ച് ഇടവിടാതെ അപേക്ഷിക്കുക. അസ്വസ്ഥയാകേണ്ട, ധൈര്യമായിരിക്കണം എന്ന് പറഞ്ഞ് ആശീർവാദവും തന്നു. പിതാവേ, വീണ്ടും ആ ദുഷ്ടർ പറഞ്ഞു, ഇതിനൊക്കെ നിന്റെ മരണനേരത്തിൽ ഞങ്ങൾ പകരം വീട്ടും. കാണിച്ചു തരാം. ആ നേരത്തെ ഞങ്ങൾ നിന്നെ കഷ്ടപ്പെടുത്തും. നീ നോക്കിക്കോ. നവസന്യാസിനികളോടും കൂടെ ഞങ്ങളുടെ മനസ്സ് പോലെ ചെയ്യുന്നതിന് നീ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇതൊക്കെ സഹിക്കുമോ? മരണനേരത്ത് കാണിച്ചു തരാം. ഇതിനൊക്കെ പകരം വീട്ടിയേ ഇരിക്കൂ എന്നും മറ്റും പറഞ്ഞപ്പോൾ എൻ്റെ മരണസമയം എന്തായിരിക്കുമെന്നോർത്ത് എനിക്ക് വളരെ വ്യസനം തോന്നി. എങ്കിലും നല്ല ഈശോയോടും പരിശുദ്ധ അമ്മയോടും അപേക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ്ടും മുമ്പത്തേതുപോലെ സ്വരം കേട്ടു. എൻ്റെ സ്നേഹമണവാട്ടിയെ, ഇതുകൊണ്ടൊന്നും നീ വിഷമിക്കേണ്ട. നിന്റെ മോക്ഷമണവാളൻ ഞാനല്ലേ. പിന്നെ എന്തേ വിഷമിക്കുന്നു? ധൈര്യമായിരിക്കുക. നീ എൻ്റെ കാര്യം മാത്രം എല്ലാറ്റിലും നിറവേറ്റിയാൽ മതി. ഞാനും എൻ്റെ അമ്മയും നിന്നെ സഹായിക്കും. മുമ്പത്തെ പോലെ നല്ലവണ്ണം എൻ്റെ അമ്മയോടുകൂടെ ചെന്ന് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു. പിതാവേ, എൻ്റെ മരണസമയത്ത് ഈ ദുഷ്ടർ എന്തൊക്കെയാണ് എന്നോട് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഓർക്കുമ്പോൾ വളരെ വ്യസനം തോന്നുന്നു. എങ്കിലും നല്ല ഈശോയും എൻ്റെ പരിശുദ്ധ അമ്മയും ഉണ്ടല്ലോ എന്ന ധൈര്യം മാത്രമുണ്ട്. അപേക്ഷിക്കണമേ പിതാവേ. ഇനി ഒന്നുമില്ല, എല്ലാം രഹസ്യം കാക്കണമെന്ന താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിന്നെ ഞാൻ പള്ളിയിൽ നിന്ന് പോരുമ്പോൾ നിന്റെ ഒരു തിന്മക്കാര് നിന്റെ ഒരു അപേക്ഷ കാണിച്ചു തരാം. ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. നിന്റെ കാല് തല്ലി ഒടിച്ചിരിക്കും. ഇനി പള്ളിയിലോട്ട് വരുത്തരുത് എന്നും മറ്റും പറഞ്ഞ് സംസാരിച്ചിരുന്നു. അപ്പോൾ ചിലർ തൊടാൻ അനുവാദമില്ലല്ലോ എന്ത് ചെയ്യാം എന്ന് പറയുന്നത് കേട്ടു. ഇത്രയും ഇന്ന് കാലത്ത് 11 മണി വരെ ഉണ്ടായി. പിന്നെ ഒന്നും ഉണ്ടായില്ല. പിതാവേ, നമ്മുടെ കേസിൻ്റെ വിജയത്തിന് വേണ്ടി എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണമേ. എന്തെങ്കിലും ചെയ്യുന്നതിന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹം കൊണ്ട് വളരെ തീക്ഷ്ണതയും താല്പര്യവും തോന്നുന്നുണ്ട്. അങ്ങയുടെ ഗുണദോഷവും ആത്മപിതാവിനടുത്തതും സ്ലീഹായ്ക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിശാചുക്കളെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടില്ല എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ.